ഹായ്, നമുക്ക് ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ആദ്യം സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറിന് പരിപ്പ് കഴുകി കുക്കറിൽ വെച്ചിട്ട് നമുക്കൊന്ന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം. പിന്നെ പനീർ ഫ്രൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പനീർ നമുക്ക് മസാല പുരട്ടി വെച്ചത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും പനീർ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ ആദ്യം ഇട്ടത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിൽ വന്നു. ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ബാക്കി പനീർ ഫ്രൈ ചെയ്യാനുള്ളത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി ആ സെയിം ചട്ടിയിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളകും പിന്നെ സവാള പിന്നെ തക്കാളി ഇത്രയാണ് വേണ്ടത്. അതിൽ ആദ്യം ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. പിന്നെ പരിപ്പൊന്ന് തുറന്ന് നോക്കി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ബാക്കി പൊടികൾ അതിലേക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി. ഉപ്പ്. പനീറിന് വേണ്ടി വെച്ചിരിക്കുന്ന സവാള ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ടൈമിൽ സാമ്പാറിൽ ഒഴിക്കാനുള്ള പുളി ഒരു കുഞ്ഞ് കഷ്ണം എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ പനീറിന് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേളിലൊന്ന് ഇടുന്നുണ്ട്. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളും പരിപ്പും എല്ലാം ഇപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പുളി പിഴിഞ്ഞ് വെച്ചിട്ട് കുറച്ച് കായവും കൂടി ചേർക്കണം. പിന്നെ വറുത്തിടാനുണ്ട്. സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി വറുത്തിടാം. ഇനി നമുക്ക് പപ്പടം കാച്ചാം. ദിയക്കുള്ളതല്ലേ? ഞാൻ അമ്മ തൈര് ഒഴിച്ചു തരാം.